ഇത് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കുന്ന തക്കാളി ചട്നിയുടെ റെസിപ്പിയാണിത്. ശരവണഭവൻ തക്കാളി ചട്നി. ഒരല്പം കട്ടിക്കായിട്ടാണ് അരച്ചെടുക്കുന്നത്. വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കുന്ന ചട്നിയാണ്. അതുകൊണ്ട് രാവിലെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം വൈകുന്നേരത്തേനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചട്നി റെസിപ്പിയാണ്. ദോശയ്ക്കും ഇഡലിക്കും മസാല ദോശയ്ക്കും ഒക്കെ ഒത്തുപോകുന്ന ഒരു നല്ലൊരു ചട്നി റെസിപ്പി. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്, ഇല്ലെങ്കിൽ നല്ലെണ്ണ ചേർക്കാം. ഇനി ഇതാ 2 സ്പൂൺ ഉഴുന്നുപരിപ്പാണ് ചേർക്കുന്നത്. തീയെ നല്ലവണ്ണം കുറച്ച് വെക്കണം. നല്ലവണ്ണം ഇളക്കിയും കൊടുക്കണം. എല്ലാ പരിപ്പും ഒരുപോലെ ഒന്ന് മൂത്ത് വരണം. ഒന്ന് പകുതി മൂത്ത് വരുന്ന പരുവാകുമ്പോൾ വേണം അടുത്ത ചേർക്കാനായിട്ട്. ഇതാ പരിപ്പൊന്ന് ചെറുതായിട്ടൊന്ന് ചുമന്ന് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ചെറുള്ളിയാണ് ചേർക്കുന്നത്. ഒരു 18-20 എണ്ണോളം ഉണ്ട്. അതുകൂടി ചേർക്കുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ വേണം വറ്റൽമുളക് കൂടെ ചേർക്കാനായിട്ട്. ഒരു 4-5 വറ്റൽമുളക് കൂടെ ചേർക്കുക. ഇപ്പോഴും തീ നല്ലവണ്ണം കുറച്ച് വെച്ച് തന്നെ വീണ്ടും ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. അതായത് ആ ചെറുള്ളി ഒന്ന് നിറം മാറി വരും, അത്രയും മാത്രം മതി. നല്ലവണ്ണം ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം ചെറുള്ളി വാടുന്നിടം വരെ. ആ ഉഴുന്നുപരിപ്പ് അടിയിലടിയിൽ വരുന്നത് കാരണം പരിപ്പ് മാത്രമായിട്ട് അങ്ങ് ഓവറായിട്ട് മൂത്ത് പോകും. അതുകൊണ്ടാണ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞത്. പകുതി ചെറുള്ളിയും പകുതി സവാളയുമായിട്ടും വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ചെറുള്ളി തന്നെ ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ചെറുള്ളിയുടെ കളറ് കുറച്ച് മാറിയിട്ടുണ്ട്. ഇത്രയും വാടിയാൽ മതി. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ഒരു 3 തക്കാളിയാണ്. നല്ല പഴുത്ത തക്കാളി എടുക്കണം. തക്കാളിയുടെ കൂടെ തന്നെ ചേർക്കേണ്ട ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ്. അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക. ഇനി ഒരു 5-6 വെളുത്തുള്ളി ചേർക്കുക. ഉപ്പ് ചേർക്കുക. ഇനി ഒരു 1/2 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇത് സാധാ സ്പൂണിൻ്റെ ഒരു 1/2 സ്പൂൺ അളവാണ്. ഇതാ ഒരു 3-4 കറിവേപ്പിലയൂടെ ചേർക്കുക. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നല്ലവണ്ണം മിക്സ് ചെയ്യുക. തക്കാളി പെട്ടെന്ന് വാടി കിട്ടിക്കോളും. തീയെ നല്ലവണ്ണം കുറച്ച് തന്നെ വെക്കുക. ഇനി തക്കാളി ഒന്ന് വെന്ത് കിട്ടണം. ഒരുപാടൊന്നും വെന്ത് കുഴയേണ്ട ആവശ്യമില്ല. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. നല്ല പഴുത്ത തക്കാളിയാണ്. കനം കുറഞ്ഞരിഞ്ഞാൽ മതി. പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. അതിൻ്റെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറി തൊലിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വിട്ട് വരുന്ന ഒരു പരുവുണ്ടല്ലോ, അത്രയും ആയാൽ മതി. തീ നല്ലവണ്ണം കുറച്ച് വെച്ചതിന് ശേഷം മൂടി വയ്ക്കുക. ഒരു 1-2 മിനിറ്റ് മതിയാകും. തീ നല്ലവണ്ണം കുറച്ച് വെക്കാൻ പറഞ്ഞ കാരണം തക്കാളിയിൽ നിന്ന് നല്ലവണ്ണം അതിൻ്റെ ആ വെള്ളമൊക്കെ ഇറങ്ങും. ആ വെള്ളം വറ്റിപ്പോകേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ വെള്ളമില്ലാതാണ് ഇത് ചട്നി അരച്ചെടുക്കേണ്ടത്. ഈ ഒരു വെള്ളമയത്തിലാണ് അരച്ചെടുക്കുന്നത്. അപ്പം വെള്ളം വറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് തീ കൂട്ടി വെക്കരുതെന്ന് പറഞ്ഞത്. തക്കാളി പെട്ടെന്ന് വെന്തും വന്നോളും. ഇതാ വെന്ത് വന്നിട്ടുണ്ട്. ഇത് മൊത്തം ഈ തക്കാളി നിറങ്ങിയ വെള്ളമാണ്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം 2 സ്പൂൺ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർക്കുക. ഒരുപാട് ചേർക്കേണ്ട, 2 സ്പൂൺ ചേർത്താൽ മതി ഈ ഒരളവിന്. കൂടെ തന്നെ മല്ലിയില മസ്റ്റായിട്ട് ചേർത്തിരിക്കണം. ശരവണഭവൻ തക്കാളി ചട്നിയാണ്, മല്ലിയില അത്യാവശ്യമാണ്. ഇനി പുളിയുള്ള തക്കാളിയാണ്, അതുകൊണ്ട് ബാലൻസ് ആകാൻ വേണ്ടി ഒരല്പം ശർക്കരപ്പൊടി ചേർക്കുക. ഇനി ആ ഓഫ് ചെയ്തതിന് ശേഷം ചൂട് കാണുമല്ലോ, ആ ചൂടോടുകൂടി നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കുക. ആ മല്ലിയിലയുടെ പച്ചക്കുത്ത് മാറും ഒന്ന് വാടുമ്പോഴത്തേന്. അതുപോലെ തന്നെ ആ ക്യാരറ്റും ഒന്ന് ചെറുതായിട്ട് വാടി കിട്ടിക്കോളും. ക്യാരറ്റൊന്നും വെന്ത് വരേണ്ട ആവശ്യമില്ല, ഒന്ന് വാടിയാൽ മാത്രം മതി. അപ്പോൾ ഈ ചൂട് മാത്രം മതിയാവും. അത് ഗ്രേറ്റ് ചെയ്തായത് കാരണം പെട്ടെന്ന് ഈ ചൂട് മാത്രം മതി വാടാനായിട്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ആറാൻ വേണ്ടി വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വയ്ക്കുക. ഇല്ലെങ്കിൽ ഇതേ പാത്രത്തിൽ തന്നെ ഇതുപോലെ ഒന്ന് നിരത്തി ഇടാം. ഇനി ഇത് അരച്ചെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ വെള്ളം ചേർക്കുന്നില്ല. വെള്ളം ചേർക്കാതെ കുറച്ച് കട്ടിയായിട്ടാണ് അരച്ചെടുക്കുന്നത്. അഥവാ നിങ്ങൾക്കിത് കുറച്ച് ലൂസാക്കി വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാർച്ച വെള്ളം ഒഴിക്കാം. ഒരല്പം ഒഴിക്കാവും. ഒരുപാട് നീട്ടിയെടുക്കുന്ന ചട്നി അല്ലത്. ഇതിനിയൊന്ന് അരച്ചെടുത്തോണ്ട് വരാം. ഒരു 4 പേർക്ക് കഴിക്കാനുള്ള ചട്നിയുടെ അളവുണ്ടിത്.
അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരളവിലാണ് കട്ടിക്ക് വെള്ളം ഒന്നും ചേർക്കാതെ കിട്ടിയിട്ടുണ്ട്. ആ ഉഴുന്ന് പരിപ്പും എല്ലാം നല്ലോണം അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതിങ്ങനെ വളരെ കനം കുറഞ്ഞ് ദോശ പരത്തി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നല്ല കട്ടിക്ക് തേച്ചെടുക്കാൻ നല്ല കറക്റ്റ് ഒരു പരുവം കൂടിയാണിത്. ഇനി ഇതിൽ താളിച്ചൊഴിക്കാം. അതിൽ ഒരു ഐറ്റം കൂടുതൽ ചേർക്കുന്നുണ്ട് താളിക്കാൻ വേണ്ടി, അതുകൂടെ കാണാം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ലെണ്ണ വേണമെങ്കിൽ അതൊഴിക്കാം. കുറച്ച് കടുകിടുക. കടുകൊന്ന് പൊട്ടിയിട്ടുണ്ട്. ഉഴുന്ന പരിപ്പ് ഒരൽപ്പം ഇടുക. ഇനി കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർക്കാം. പരിപ്പൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം ഇത് 1-2 നുള്ള് കായപ്പൊടിയോട് ചേർക്കുന്നത്. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരൽപ്പം കാശ്മീരി മുളക് പൊടിയോടെ ചേർത്ത് ഇളക്കുക. ഇനി ചട്നിയിലൊഴിക്കാം. ഞാൻ വേറെ കുറേ തക്കാളി ചട്നിയോടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തേങ്ങ ചേർത്തുള്ളതും കടലപ്പരിപ്പ് ചേർത്തുള്ളതും ഒക്കെ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതൊക്കെ കണ്ട് ട്രൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ തക്കാളി ചട്നി എന്ന് പറയുമ്പോൾ എല്ലാ ചട്നിയും ഒരുപോലെ ആയിരിക്കത്തില്ല. അതിനകത്ത് ചേർക്കുന്നതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൻ്റെയും വ്യത്യാസത്തിലൊക്കെ ടേസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിരിക്കും. പലരുടെയും രുചികൾ പല രീതിയിലാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാനും മറക്കല്ലേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.